ശബരിമലയിൽ നിന്ന് കൊണ്ടുപോയ സ്വർണ്ണപ്പാളികൾ തിരിച്ചെത്തിച്ചപ്പോൾ നിക്കൽ ലോഹം കലർന്നതായി കണ്ടെത്തൽ. VSSCയുടെ ശാസ്ത്രീയ പരിശോധനാ റിപ്പോർട്ടിലാണ് ഇക്കാര്യം വ്യക്തമാക്കിയിരിക്കുന്നത്. നേരിയ സ്വർണ്ണ നിറമുള്ള തിളക്കമാർന്ന ലോഹമാണ് നിക്കൽ. നിക്കലിനു പുറമെ അക്രിലിക് പോളിമർ കാര്യമായ അളവിൽ കലർന്നിരുന്നു. കൊണ്ടുപോയ പാളികളിൽ അത് ഒട്ടിക്കാൻ ഉപയോഗിച്ച മെർക്കുറിയുടെ അംശമുണ്ടായിരുന്നു. തിരിച്ചെത്തിച്ച പാളികളിൽ മെർക്കുറിയുടെ അംശം ലവലേശമുണ്ടായില്ല. പഴയ ശുദ്ധമായ സ്വർണ്ണപ്പാളിയുടെ കനവും ഇപ്പോഴത്തെ നിക്കൽ അക്രിലിക് പോളിമർ അളവും താരതമ്യം ചെയ്യുമ്പോൾ തന്നെ സ്വർണ്ണക്കവർച്ചയുടെ വ്യാപ്തി ബോധ്യമാവുമെന്ന് SITയുടെ റിപ്പോർട്ടിൽ പറയുന്നു. എത്രമാത്രം ആസൂത്രിതമായാണ് സ്വർണ്ണക്കൊള്ള നടത്തിയത് എന്നതിന്റെ സൂചന കൂടിയാണിത്. ഇതിനു പിന്നിൽ വൻ ഗൂഢാലോചനയുണ്ടെന്നാണ് സൂചന. പിന്നിൽ വൻ റാക്കറ്റ് ഉണ്ടെന്ന സംശയവും ബലപ്പെടുകയാണ്. 2024-25 വർഷങ്ങളിൽ സ്വർണത്തിൽ വന്ന മാറ്റത്തിന്റെ നിർണായക സൂചനകളും റിപ്പോർട്ടിലുണ്ട്. കോടതി നേരത്തെ പ്രകടിപ്പിച്ച ആശങ്കകൾ ശരിയാണെന്ന് പ്രഥമ ദൃഷ്ട്യാ തെളിയുന്നതായി ജസ്റ്റിസ് V. രാജവിജയരാഘവൻ, ജസ്റ്റിസ് KV. ജയകുമാർ എന്നിവർ അടങ്ങിയ ദേവസ്വം ബെഞ്ച് പറഞ്ഞു. VSSCയിലെ ശാസ്ത്രജ്ഞരുടെ വിശദമൊഴിയെടുക്കാൻ SITക്ക് കോടതി നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. കേസിന്റെ വൈകാരിക സ്വഭാവവും കൂടുതൽ പേർക്കും പങ്കുണ്ടെന്ന സൂചനയും കണക്കിലെടുത്ത് കൂടുതൽ വിവരങ്ങൾ വെളിപ്പെടുത്തുന്നില്ലെന്ന് കോടതി പറഞ്ഞു. ഫെബ്രുവരി 9-ന് കേസ് പരിഗണിക്കും. പിടിച്ചെടുക്കുന്ന എല്ലാ തെളിവുകളും സമഗ്ര പരിശോധനയ്ക്ക് വിധേയമാക്കണമെന്ന് നിർദ്ദേശിച്ചു. അന്വേഷണം കൂടുതൽ തലങ്ങളിലേക്ക് വ്യാപിപ്പിക്കുകയാണ്. ദ്വാരപാലക ശില്പങ്ങളെക്കുറിച്ചും പഴയ കൊടിമരം പൊളിച്ചു മാറ്റിയതിനെക്കുറിച്ചുമെല്ലാം കൂടുതൽ അന്വേഷണം നടത്തും. കൂടുതൽ സാക്ഷികളെ ചോദ്യം ചെയ്യും. ഫയലുകൾ, ഭരണരേഖകൾ, മറ്റു പ്രമാണങ്ങൾ എന്നിവ പരിശോധിച്ചു വരികയാണ്. ദ്വാരപാലക ശില്പങ്ങളുടെ പാളികളുമായി ബന്ധപ്പെട്ട കേസിലെ 16 പ്രതികളിൽ 11 പേരും അറസ്റ്റിലായിട്ടുണ്ട്. ഇവരടക്കം 13 പ്രതികളാണ് കട്ടിളപ്പാളി കേസിലുള്ളത്.